ഈ സക്കാത്ത് എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. ഒരു നാട്ടിൽ ഒരു 10 പ്രമാണിമാരുണ്ടെങ്കിൽ ആ 10 പ്രമാണിമാരുടെ സക്കാത്ത് കൃത്യമായി അളന്ന് അതിന് ഇത്ര ഓഹരി വെച്ച് അത് ഇന്ന ആളുകൾക്ക് കൊടുക്കുക എന്ന രൂപത്തിൽ വന്നാൽ ഒരു മഹല്ലത്തിൽ ഒരു 20 പാവപ്പെട്ട ആളുകളുണ്ടെന്ന് പരിഗണിക്കാം. ആ 20 പാവപ്പെട്ട ആളുകളിൽ ഈ 10 പ്രമാണിമാരായ ആളുകൾ അവരുടെ സക്കാത്തിന്റെ നല്ലൊരു ശതമാനം ഒരു വീട്ടുകാർക്ക് കൊടുത്താൽ പിറ്റത്തെ വർഷം ആ വീട്ടുകാർ സക്കാത്തിന് അവകാശികളാവൂല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതായത് 20 പാവപ്പെട്ടവരുണ്ട്, അതിൽ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് 10 പ്രമാണിമാർ അവരുടെ സമ്പത്തിൽ നിന്ന് അവരുടെ സക്കാത്തിന്റെ വലിയൊരു ശതമാനം കുറച്ച് അവർ എന്ത് ചെയ്തോട്ടെ കുടുംബങ്ങളിലൊക്കെ കൊടുക്കുക. പക്ഷെ ഒരു കുടുംബത്തെ ലൊക്കേറ്റ് ചെയ്തിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ആ കുടുംബത്തിന് നിശ്ചിതമായ ഒരു സംഖ്യ കൊടുത്താൽ പിറ്റത്തെ വർഷം ഇതിന്റെ എണ്ണം 19 കുറയും. 20 നിന്ന് 19 ആവും. ഇവർക്ക് സ്വയം നിൽക്കാൻ വേണ്ടി തോന്നും. അതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഭയങ്കര ഒരു സാമൂഹിക സൈക്ലിംഗ് അവിടെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളുടെ സ്വത്ത് മുഴുവൻ നിങ്ങളുടേതാണ്, 2.5% ഒഴികെ. നിങ്ങൾക്ക് 1,00,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ 2.5%, 2,500 രൂപ എന്ത് ചെയ്യണം? നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കണം. അത് നിങ്ങൾക്കുള്ളതല്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. അത് ആർക്കുള്ളതാ? അത് മറ്റൊരാളുടെ കണ്ണിരൊപ്പുള്ളതാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സക്കാത്തിന്റെ വിഷയം അതൊന്നുകൂടി വിശദമായി പറയണം. അതിന്റെ ഓഹരി എത്രയാണ്, എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വിശദമായി പറയണം. ഈ സക്കാത്തിന്റെ വിഷയത്തിൽ നമ്മൾ പടച്ചോനെ കണ്ണിപ്പിടിട്ടാ നിൽക്കരുത്. നമ്മൾ ഏതെങ്കിലും ഒരു 500, 1000, 10,000 രൂപ എന്ന് മാറ്റിവെച്ച് അതിങ്ങനെ 27,000 ആളുകൾ വരിക, അല്ലെങ്കിൽ അത് വരുന്ന സമയത്ത് ഇങ്ങനെ കൊടുക്കുക, അങ്ങനൊന്നുമല്ല. കൃത്യമായിട്ട് നമ്മൾ കണക്കൂട്ടണം. നമുക്കൊരു കുറി ഉണ്ടെങ്കിൽ ആ കുറിക്ക് പോലും സക്കാത്തുണ്ട്. നമുക്കൊരു കുറി, നമ്മൾ ക്യാഷ് അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുറി ഉണ്ടെങ്കിൽ ആ കുറിക്കടക്കം സക്കാത്തുണ്ട്. കാരണം നമ്മുടെ മുതലാണ്, അതിന് സക്കാത്തുണ്ട്. അങ്ങനെ നോക്കി നമ്മുടെ ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസിന്റെ കാര്യങ്ങൾ എത്ര, അവിടുത്തെ പ്രോഫിറ്റ് എത്രയാണ്, ഒരു വർഷം എത്രയാണ് വരുന്നത്, ഇങ്ങനെയൊക്കെ നോക്കി കൃത്യമായിട്ട് തന്നെ സക്കാത്ത് കൊടുക്കണം. സക്കാത്തിൽ നിന്ന് ഒരാൾ മാറിക്കഴിഞ്ഞോ രക്ഷപ്പെടില്ല. കാരണം അവന്റെ അടുക്കലുള്ളത് ആരാന്റെ ഹക്കാണ്. അവന്റെ അടുക്കൽ ബാക്കിയുള്ളത് വേറെ ഒരാളുടെ ഹക്കാണ്. അത് നിർബന്ധമായിട്ടും കൊടുക്കണം. അപ്പൊ നമ്മൾ സക്കാത്ത് കൊടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തത് കൊണ്ട് മാത്രം അത് സക്കാത്തായി പരിഗണിക്കപ്പെടൂല. അത് കൊടുക്കുമ്പോൾ നിയ്യത്ത് വേണം, കൃത്യമായ ഉദ്ദേശത്തോടു കൂടി കൊടുക്കണം. ഞാൻ അത് കൊടുക്കുന്ന ആളാന്ന് ബാക്കിയുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല.